2017 ഏതോ ഒരു നടിയെ ഏതോ ഒരു സിനിമാ നടൻ പീഡിപ്പിച്ച കേസിൽ അദ്ദേഹം കുറച്ചു നാള് ജയിലിൽ കിടക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി രൂപപ്പെട്ടതും അതിന് പിന്നാലെയാണ് 2024 റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നു പല നടിമാരുടെ അമ്മമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇതിന് പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള, ലക്ഷങ്ങൾ വില വരുന്ന കാറിൽ സഞ്ചരിച്ച് കോടികൾ വില വരുന്ന വീട്ടിൽ താമസിച്ചുകൊണ്ട് അവര് പറയുന്നു അവര് വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അവര് സേഫ് അല്ല. ഞാൻ പറയാൻ പോകുന്നത് സാധാരണക്കാരുടെ ജനങ്ങളുടെ അവസ്ഥയാണ്. സാധാരണക്കാരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ, നഴ്സുമാര്, തുണിക്കടയിൽ നിൽക്കുന്ന സ്ത്രീകൾ, ലൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകൾ, ഇവരെല്ലാവരും ഒരു വിധത്തിൽ പീഡിക്കപ്പെടുന്നവർ തന്നെയാണ്. ഇവരെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ ഗവൺമെന്റ് ഇല്ല, മാധ്യമങ്ങളില്ല. മാധ്യമങ്ങളൊക്കെ ലക്ഷങ്ങളും, ഗവൺമെന്റ് സംസാരിക്കുന്നതൊക്കെ ലക്ഷങ്ങളും കോടികളും പ്രതിഫലം മേടിച്ച് അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കമ്മിറ്റി രൂപം കൊള്ളുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വേണം. ഞാൻ സംസാരിക്കുന്ന ഒരു സാധാരണ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപം കൊള്ളുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന മുന്നിട്ട് ഇറങ്ങി വരേണ്ടത് വളരെ അത്യാവശ്യമായി തോന്നുകയാണ് ഈ നേരത്ത്. എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് തരിക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.